ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളിതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 5-6 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ജീരകവും പിന്നെ നമ്മൾ ആവശ്യത്തിന് ഒരു സ്പൂണോളം തന്നെ ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് മൈദ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് അളവിൽ നമ്മൾ മൈദാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് മാത്രം. എന്നിട്ട് നമ്മളിതൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ മാവുകൾ അതേ പൊടികൾ മിക്സിയിലിട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ പൊടിയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മളിതുപോലെ അവിടെ തന്നെ നിന്നൊന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി കേട്ടോ. മിക്സിയിലിട്ട് ഓട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനകത്തുള്ള മാവ് മുഴുവനായി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. മിക്സിയുടെ ജാറ് കഴുകുന്ന പണി നമുക്ക് ലാഭിക്കാനും സാധിക്കും. ഇനി നമ്മളിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പം തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച്, അതായത് ദോശക്കല്ലല്ല ആപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഇതിൽ ഓരോ തവിയായിട്ട് ഇതുപോലെ എടുത്തങ്ങ് ഒഴിച്ച് നോക്കുക കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്കതായി കിട്ടുകയും ചെയ്യും. ഒരുപാട് കനത്തിലൊന്നും ഒഴിക്കേണ്ട, അതുപോലെ ഒന്ന് ചിറ്റിച്ച് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. ഒന്ന് മൂടി വെക്കുക കേട്ടോ. മൂടി വെച്ച് 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും തന്നെ അത് നന്നായി ഒന്ന് അതിൻ്റെ സൈഡിൽ നിന്ന് വിട്ട് വന്നോളും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചട്ടകൊത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എടുക്കാൻ കിട്ടും. ഇനി നമ്മൾ അതിനൊന്ന് ജസ്റ്റ് തിരിച്ച് തന്നെ പ്ലേറ്റിലേക്ക് ഇടുക കണ്ടോ. തിരിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് തേങ്ങയിലേക്ക് കുറച്ച് പഞ്ചസാര, പിന്നെ നമ്മുടെ അതിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നട്ട്സ് ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, വേണമെങ്കിൽ ഒരു ജസ്റ്റ് ഏലക്കാപ്പൊടിയും കൂടെ നമ്മൾ ഈ തേങ്ങയിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലൊന്ന് മടക്കിയെടുക്കാം. നോമ്പ് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു അപ്പമാണ്. ഇതിന് എലഞ്ചി, ലവ് ലെറ്റർ, മുട്ട കുഴലപ്പം, മുട്ട പാലട, മയ്യത്തപ്പം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷെ ഇത് സംഗതി നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാനായിട്ട്. ഇത് മിക്ക ആൾക്കാർക്ക് അറിയായിരിക്കും, എന്നാലും ബിഗിനേഴ്സായിട്ടൊക്കെ ഉള്ളവർ, കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇന്നത്തെ നമ്മൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ജാതിക്ക യൂസ് ചെയ്തിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അതായത് ഞാൻ ഒരു ജാതിക്ക എടുത്തിട്ടുണ്ട്. ഈ ജാതിക്കനെ നമുക്ക് ഒന്ന് ചുട്ടെടുക്കാനുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ വിറകടുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിറകടുപ്പിൽ നമ്മളൊന്ന് കനലൊക്കെ തീയെല്ലാം കത്തിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് കനൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അതിൻ്റെ പുറന്തോടും അതിനകം എല്ലാം തന്നെ നന്നായി ഒന്ന് ചുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അടുപ്പ് ഇല്ല എന്നുള്ളവർക്ക് ഇതുപോലെ ഒരു അരിപ്പയിലോട്ടിട്ടിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചുട്ടെടുത്താൽ മതി. നമ്മളിതിൻ്റെ പുറന്തോട് പൊട്ടിക്കാതെയാണ് കേട്ടോ നമ്മളിങ്ങനെ ഇത് ചുട്ടെടുക്കുന്നത്. ഇതിൻ്റെ ആ പുറത്തുള്ള ആ ഒരു തോട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തട്ടിക്കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ പുറന്തോട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതപ്പോൾ നന്നായി ഒന്ന് അത് കത്തി വന്നപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് അത് നന്നായി ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലുള്ള പുറന്തോടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് അതിനകത്തുള്ള ആ ഒരു ജാതിക്കയുടെ കുരുവിനെ നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ടോ. അപ്പോൾ നല്ല തന്നെ നമ്മൾ മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇടികല്ലിലിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കുക. അല്ലെങ്കിൽ ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടൊരു ഇത് ഇടികല്ല് യൂസ് ചെയ്തതുപോലെ ഒന്ന് കുത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് എന്തിനാണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ചില കുട്ടികൾക്കൊക്കെ, കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഫുഡ് നമുക്ക് കഴിച്ചിട്ട് അത് കറക്റ്റായി ദഹിക്കാണ്ട് നമുക്ക് വയറിൽ ഭയങ്കരമായിട്ട് വയറുവേദനയും ചിലർക്ക് ലൂസ് മോഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, വയറ് കേടായിട്ടുള്ള ലൂസ് മോഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഇത് നല്ലൊരു മെഡിസിനാട്ടോ. ഇത് നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ നമുക്ക് പ്രായമായവർക്ക് വരെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെഡിസിനാണിത്. അപ്പോൾ നമ്മളിതിനെ പൊടിച്ചിട്ട് നമ്മളിതിലേക്ക് തേന് ചാലിക്കുക. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു വലിയ കുട്ടിക്കാണ്, വലിയവർക്കാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജാതിക്ക ഫുള്ളായി തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. കുഞ്ഞു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേനിൽ മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തൊട്ടിട്ട് നാവിൽ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒരുപാട് വയറിളക്കമൊക്കെ പിടിച്ച് ബുദ്ധിമുട്ടുന്ന സമയത്ത് നമുക്കിത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. നമുക്ക് വീട്ടിലുള്ള ഈ ഒരു മെഡിസിൻ, ഈ ഒരു ജാതിക്ക മാത്രം നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നല്ലൊരു മരുന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികൾക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ നമ്മൾ കൊടുക്കാറുള്ളതാണിത്. അപ്പോൾ ഇതിനതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഈ ജാതിക്ക എന്നുള്ളത് നമ്മൾ ശരിക്കും ഈ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ അതിൽ നമ്മൾ ശരിക്കും പറിച്ചെടുക്കുമ്പോൾ നമുക്ക് അടയ്ക്കയുടെ രൂപത്തിൽ നമുക്ക് കാണുമ്പോൾ അടയ്ക്കയുടെ ഒരു ഷേപ്പിലായിരിക്കും നമുക്കത് കിട്ടുക.
അതിനെ നമ്മൾ ശരിക്കും കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ജാതിക്കയുടെ മുകളിൽ ജാതിപത്രിയായിട്ട് അങ്ങനെയാണ് നമുക്ക് കിട്ടാറ്. നമ്മൾ ഈ ജാതിപത്രിയും നമ്മൾ ഉണക്കും, മസാലയ്ക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലുള്ള ഒരു നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിന് നമുക്ക് ശരിക്കും അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് അച്ചാറിടാൻ സാധിക്കും കേട്ടോ. അതിൻ്റെ മുകളിലുള്ളത് നമ്മൾ പച്ചയ്ക്ക് പറിക്കുന്ന സമയത്ത്, പച്ചയ്ക്ക് പഴുപ്പായിട്ട് നമ്മൾ പഴുപ്പായി കറക്റ്റ് പാകമാകുമ്പോഴാണല്ലോ നമ്മളിത് പറിച്ചെടുക്കുക. അപ്പം നമുക്കത് അച്ചാറൊക്കെ ഇടാൻ പറ്റും. നമുക്കിതിൽ ജാതിക്കയുടെ ഒരു സാധനം പോലും നമുക്ക് വേസ്റ്റ് ആക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാനിത് ഒരു ജാതിക്കയും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചുട്ടെടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേനും തന്നെ നമുക്ക് അതിൻ്റെ പുറന്തോട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. നമുക്കിത് ഉണക്കി കിട്ടിയിട്ടാണല്ലോ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കാറ്. എന്നിട്ട് നമ്മളിതുപോലെ ഒരു ഇടികല്ലിൽ കുറച്ച് വെള്ളം ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇത് നമ്മൾ നന്നായി ഒന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ചന്ദനം, രക്തചന്ദനമൊക്കെ ഉരച്ചെടുക്കാറില്ലേ, ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് ഉരച്ചെടുക്കാനും ഒരുപാട് ബലം കൊടുക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഉരച്ചിട്ട് ഇത് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ശരിക്കും ചന്ദനത്തിൻ്റെ ആ ഒരു ഇതിലാണ് നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുമ്പോഴേക്കും തന്നെ കളർ ചേഞ്ച് വരുന്നത് കണ്ടില്ലേ. ഇത് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തൊക്കെ മുഖക്കുരു വന്നിട്ട് അതിൻ്റെ മാർക്ക് പോവാതെ അങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്കുള്ള ഭാഗത്ത് മാത്രം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ വന്നിട്ട് ഒരു ബ്ലാക്ക് കളറൊക്കെ നല്ലോണം ഉള്ള ഭാഗത്തൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് മാറാനായിട്ട് സാധിക്കും. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ദിവസം അപ്ലൈ ചെയ്തു പിറ്റേന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴുകുമ്പോഴേക്കും അത് മാറി എന്നല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മുഖക്കുരുവിൻ്റെ പാടും ആ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സർക്കിളും ഒക്കെ പോകാൻ ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് മസാലകൾക്ക് മാത്രമായിട്ട് നമ്മൾ മസാല പൊടിക്കാനും അതിന് മാത്രമല്ല, നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും നമുക്ക് ഈ ജാതിക്ക ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ജാതിക്കയൊക്കെ നമ്മൾ മസാല പൊടിക്കുന്ന സമയത്ത് ഈ ഒരു ഉള്ളിലുള്ള ആ ഒരു ഇത് നമ്മൾ ഈ ഒരു സീഡും നമ്മൾ മസാല പൊടിക്കുന്നതിൽ ഒരെണ്ണമൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്, ജാതിപത്രി ചേർക്കാറുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു മസാലക്കൂട്ടിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ അതിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് കുട്ടികൾക്കൊക്കെ വയറിളക്കം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള ഈ ഒരു മുഖക്കുരുവിൻ്റെ കലകളെല്ലാം മാറാനും ഒക്കെ ഈ ഒരു ജാതിക്ക നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇനി അടുത്തതായിട്ട് ഞാനൊരു റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഞാനിതേ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗോതമ്പ് യൂസ് ചെയ്തിട്ട് ചപ്പാത്തി, പൂരി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാറ്. അപ്പോൾ എപ്പോഴും നമ്മൾ പുട്ടൊന്നും തയ്യാറാക്കാറില്ലല്ലോ. പക്ഷെ ചിലരൊക്കെ പറയാറുണ്ട് പുട്ട് തയ്യാറാക്കുമ്പോൾ അത് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടാറില്ല എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ അതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടുതൽ വെള്ളം ഒഴിക്കാതെ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക നമ്മൾ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ അങ്ങനെ ഇത് കണ്ടില്ലേ കട്ട പോലെയൊക്കെ ഇങ്ങനെ കിടക്കും. പക്ഷേ ഇങ്ങനെ ആയി കിട്ടിയാൽ മതി. നമ്മളെല്ലായിടത്തും അതിൻ്റെ ജസ്റ്റ് നനവൊന്ന് ആക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം നമ്മളിതിനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോഴേക്കും ഈ ഒരു കട്ടയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് പൊടിഞ്ഞു കിട്ടും. നമ്മൾ നോർമലായിട്ട് പുട്ടുപൊടി പൊടിച്ച് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ നനച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ നോർമലായിട്ട് പുട്ടുണ്ടാക്കുന്നത് പോലെ തേങ്ങയൊക്കെ ചേർത്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ചപ്പാത്തിയും അതുപോലെ നോർമലായിട്ടുള്ള പുട്ടൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഗോതമ്പ് പുട്ട്. പിന്നെ ഡയബറ്റീസ് പേഷ്യൻസൊക്കെ നമ്മളെപ്പോഴും ചപ്പാത്തിയും അതും ഒക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്കിത് ഡിന്നറിനാണെന്നുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെന്നുണ്ടെങ്കിലും ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. നമുക്കിതിന് പഴവും കൂടി പഴവോ അല്ലെങ്കിൽ കറിയോ ഒന്നും തന്നെ ആവശ്യം വരുന്നില്ല. നമുക്കത് വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ട് നമ്മൾ കുറ്റിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടി ആവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.